ഇത് ടൈം ഓഫ് വർക്ക് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ A can complete a certain piece of work in 40 days. B is 25% more efficient than A. എയിനേക്കാളും 25% മോർ എഫിഷ്യന്റ് ആണ് ആര്? ബി. C is 28% more efficient than D. They work together for 5 days. The remaining work will be completed by B alone in how many days എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവരെ എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിക്കാൻ വിചാരിക്കും. A, B, C. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ B ഈസ് 25% മോർ എഫിഷ്യന്റ് ദാൻ A. അപ്പൊ 25% എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/4. B is 25% more efficient than A എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ than A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളായിരിക്കും A. ഇനി ഈ 4-നേക്കാളും ഒന്ന് കൂടുതലായിരിക്കും ആര്? B. ഓക്കെ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ A 4 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്റെ എഫിഷ്യൻസി 4 എന്ന് എഴുതി കഴിഞ്ഞാൽ ബിന്റെ എഫിഷ്യൻസി എത്രയെന്ന് എഴുതാം? 5 എന്ന് എഴുതാം. ഇനിയിപ്പോ അടുത്ത പറഞ്ഞിരിക്കുന്ന C ഈസ് 28% മോർ എഫിഷ്യന്റ് ദാൻ B എന്ന. ഓക്കെ. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഈ 28%നെ ഫ്രാക്ഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 4 വെച്ച് കിട്ടിയത് 7, 25. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് C ഈസ് 28% മോർ എഫിഷ്യന്റ് ദാൻ B. B 25 ആയാൽ അതിനേക്കാളും 7 കൂടി 32 ആറ് എഫിഷ്യൻസി നമ്മുടെ സിന്റെ എഫിഷ്യൻസി. ഇനിയിപ്പോ കമ്പൈൻഡ് റേഷ്യോ എടുക്കണം. ഓക്കെ. കമ്പൈൻഡ് റേഷ്യോ എടുക്കാനായിട്ട് ഇവിടെ കോമൺ ആയിട്ടുള്ള ബീനെ നമുക്ക് സെയിം ആക്കിയാൽ മതി. ഇവിടെ 5 ആണ്, ഇവിടെ 25 സെയിം ആക്കാനായിട്ട് മുകളിൽ മൊത്തത്തിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 20, 25, 32 ഇതായിരിക്കും കമ്പൈൻഡ് എഫിഷ്യൻസി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. എക്ക് ഈ ഒരു വർക്ക് 40 ദിവസം കൊണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് A ഒരു ദിവസം വർക്ക് ചെയ്താൽ 20 വർക്ക് തീരും. അങ്ങനെ 40 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ 800 ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് നമുക്ക് പറയാം. 800 ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് നമുക്ക് പറയാം. ഇവരെല്ലാവരും കൂടി 5 ദിവസം വർക്ക് ചെയ്തു. ഇവരെല്ലാവരും കൂടി 5 ദിവസം വർക്ക് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും 20, 25, 32, 20, 25, 32 അതായിരിക്കും അവരുടെ കമ്പൈൻ ആയിട്ടുള്ള എഫിഷ്യൻസി. 20, 25, 45, പിന്നെ 32, 77. അപ്പോൾ 77 ആയിരിക്കും ഇവരുടെ 3 പേരും കൂടി കമ്പൈൻഡ് എഫിഷ്യൻസി 5 ദിവസം. 77 ഇൻറ്റു 5, 77 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 350, 35, 385 എന്ന് പറയുന്നത് 385. സോ 800 ടോട്ടൽ വർക്ക് എങ്കിൽ ഇവർ 5 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ ബാക്കി ഇനിയിപ്പോ എത്ര വർക്ക് ഉണ്ടാവും? 800-ന്ന് 385 കുറച്ച് കഴിഞ്ഞാൽ 415 വർക്കാണുള്ളത്. ഇത് ചെയ്യാൻ ഇപ്പൊ ആര് മാത്രമുള്ള? ബി മാത്രമുള്ള. അപ്പൊ റിമൈനിങ് വർക്ക് ബീനെ കൊണ്ട് ചെയ്തു തീർക്കണം. ബിന്റെ എഫിഷ്യൻസി എത്ര? 25. ഓക്കെ. 415/25. ഓക്കെ. 400-ല് എത്ര വശം പോകും? 16 വശം പോകും അല്ലെ? 400-ല് 16 പ്രാവശ്യം പോകും. കാരണം 25 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 400. ബാക്കി പോയിട്ട് 15 ഉണ്ട്, ഒരു 25 ഉണ്ട്. 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3ഉം 5 എന്ന് പറയും. അപ്പോൾ 16 ആൻഡ് 3/5 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.